ഹലോ എവ്രി വൺ. സോ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിലെ ഫസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൂട്ട്സ്ട്രാപ്പ് എന്നുള്ളതാണ്. ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സി എസ് എസ് ലാംഗ്വേജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ആണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് കേട്ടോ. ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് ഈസ് എ ഫ്രീ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് ഫോർ ഫാസ്റ്റർ ആൻഡ് ഈസിയർ വെബ് ഡെവലപ്മെന്റ്. വെബ് ഡെവലപ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂട്ട്സ്ട്രാപ്പിനെ നമ്മൾ എന്ത് ചെയ്യണത് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോ CSS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CSS അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ ഈസി ആക്കാനും ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത് എന്ന് സാരം. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ബുട്ട്സ്ട്രാപ്പ് ഇത്തരം വർക്കുകൾ അല്ലെങ്കിൽ CSS സ്റ്റൈലിംഗ് എങ്ങനെ ഈസി ആക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് ബൂട്ട്സ്ട്രാപ്പ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് CSS എന്താണെന്ന് അറിയണം, HTML എന്താണെന്ന് അറിയണം. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ CSSലെ ക്ലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ എല്ലാവർക്കും? ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന് നമുക്ക് ഒരേ കോമൺ സ്റ്റൈലുകൾ തന്നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റൈല് നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഒരേ സ്റ്റൈൽ ആഡ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനൊരു ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു CSSൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ് നെയിം എന്ത് ചെയ്യും, വേണ്ട എല്ലാ എലമെന്റ്സിനും എന്ത് ചെയ്യും, ഈ ക്ലാസ് നെയിം ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അല്ലെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഡയറക്റ്റ്ലി എവിടെ വരാം, ജസ്റ്റ് VS കോഡിലോട്ട് വരാം. VS കോഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, VS കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ ഞാൻ ബേസിക് ആയിട്ടൊരു HTML ഫയലും അതുപോലെ തന്നെ ഒരു CSS ഫയലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, HTML ഫയലും CSS ഫയലും, അതിൽ ഓൾറെഡി ഉള്ള കോഡുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബേസിക് HTML പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. CSSൽ വന്നിട്ട് CSS ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എനിക്ക് ഇനിയിപ്പോ എക്സ്റ്റേണൽ ആണല്ലോ നമ്മളിവിടെ CSS എഴുതിയിട്ടുള്ളത്, അല്ലെ, വേറൊരു ഷീറ്റിലാണ് നമ്മൾ സ്റ്റൈൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ ആ CSS നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ സ്റ്റൈൽ ഷീറ്റ് നമുക്ക് ഇതിലോട്ട് ലിങ്ക് ചെയ്യണം. അതിനാണ് ലിങ്ക് CSS എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ ടാഗ് നമ്മളെ ഹെഡ് സെക്ഷനിൽ വന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റൈൽ ഷീറ്റ് നമുക്ക് HTML ലിങ്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബട്ടൺ ടാഗ് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് ഞാൻ ഒരു ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, കണ്ടില്ലേ, ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, ഈ ബട്ടൺ ഈ ബട്ടൺ കാണുന്നത് എന്താണ്, ജസ്റ്റ് ഒരു റോ ബട്ടൺ ആണ്. പ്രത്യേകിച്ച് സ്റ്റൈലോ കാര്യങ്ങളോ ഒരു വൃത്തിയോ മനയോ ഇല്ലാത്തൊരു ബട്ടൺ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, അല്ലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭംഗി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ബട്ടൺ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യണം, ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യണം എന്ന് കരുതുക. അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ വരാം, CSSൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് .btn എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ആ ബട്ടണിന് ജസ്റ്റ് ഒരു വിഡ്ത്ത് എത്ര കൊടുത്തു, ഒരു 100 പിക്സൽ കൊടുത്തു. ദെൻ ഹൈറ്റ് ഒരു 70 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇനി ഈ ബട്ടൺ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ്സിനെ എനിക്ക് എവിടെ കൊണ്ടുപോയിട്ട് കോൾ ചെയ്യാം, ഈ ബട്ടൺ ടാഗിൽ വന്നിട്ട് കോൾ ചെയ്യാം. ഓക്കെ, .btn അല്ലെ,
ഓക്കെ, BTN വിളിച്ചു. ഇനി നമുക്ക് ലൈവ് സെർവറിൽ വന്നു കഴിഞ്ഞാൽ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും, സൈസ് കൂടിയിട്ടുണ്ട് അല്ലെ. ഇത്ര ഹൈറ്റ് വേണ്ട, അപ്പൊ ഹൈറ്റ് നമുക്ക് കുറച്ചൊന്ന് കുറച്ചെടുക്കാം. 70 പിക്സൽ ഉള്ളത് 40 പിക്സലാക്കി കൊടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം കറക്റ്റ് സൈസിലാണ്, എന്താണ് ബട്ടണിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് വരുന്നത്. അപ്പോ ഇവിടെ നമുക്കൊരു ബട്ടൺ വന്നിട്ടുണ്ട് അല്ലെ. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ വയലറ്റ്. ഓക്കെ, ഇനി ടെക്സ്റ്റിന്റെ കളർ എന്ത് ചെയ്യാം, വൈറ്റ് കൊടുക്കാം. കണ്ടോ? ഓക്കെ, ദെൻ അതിനുശേഷം ഫോണ്ട് വെയിറ്റ് കൊടുക്കാം. ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്താ ബോർഡർ റേഡിയസ് അല്ലെങ്കിൽ ബോർഡർ എന്ത് ചെയ്യാൻ നന്നാക്കി കൊടുക്കാം. ഓക്കെ, ഇനി ബോർഡർ റേഡിയസ് 10 അല്ലെങ്കിൽ ഒരു 5 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കാണണ്ടല്ലോ അല്ലെ. ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എത്ര ലൈൻ ഓഫ് CSS എഴുതിയിട്ടുള്ളത് കണ്ടോ. 1 2 3 4 5 6 7 ലൈൻസ് ഓഫ് CSS ആണ് ഞാൻ ഇതിന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റൈൽ വേണം എനിക്ക്, എത്രയും കോഡ് ഓഫ് ലൈൻസ് വേണം എനിക്കൊരു CSS അല്ലെങ്കിൽ ഒരു ബട്ടൺ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, ഇനി ഞാൻ രണ്ടാമതൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്തു. ക്ലിക്ക് മീ ടു. ഓക്കെ, ഈ ബട്ടൺ നമുക്ക് നോർമൽ ആയിട്ടാ വരിക, കാരണം അതിന് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സെയിം ക്ലാസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് അതിന് സെയിം ക്ലാസ്സിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ സെയിം സ്റ്റൈൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്ലാസ് ബട്ടൺ കൊടുത്താൽ മതി. മനസ്സിലാണോ? BTN ക്ലാസ് ഞാൻ എന്ത് ചെയ്തു, ഇതിന് ആഡ് ചെയ്ത് കൊടുത്തത് സെയിം സ്റ്റൈൽ തന്നെ ഇവിടെയും വന്നു. ഓക്കെ, ഈ രീതിയിലാണല്ലോ നമ്മൾ ക്ലാസ് സെലക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ, എലമെന്റിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് നമുക്ക് ആര് ബൂട്ട് സ്ട്രാപ്പ് വർക്ക് ചെയ്യണത്. ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഇതിന്റെ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലാസ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ക്ലാസ് ആക്കിയിട്ട് ആ ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിനെ സ്റ്റൈൽ ചെയ്തു. ഇത്രയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിലും ചെയ്യുന്നത്. അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ എന്താണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയാം. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റൈൽസ്, ചിലപ്പോൾ നമ്മളിപ്പോ ഒരുപാട് ക്ലാസ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ല, ബട്ടൺ എന്ന് പറഞ്ഞിട്ട് BTN എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്, അതുപോലെ ഒത്തിരി ക്ലാസ്സസുകൾ നമുക്ക്, അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ഈ CSS ഒക്കെ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറെ എവിടെ ഒരു ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമ്മളിവിടെ style.css എന്ന് പറഞ്ഞ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ അവര് വേറെ എവിടെ ഒരു ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഷീറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ് നെയിംസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ എവിടെ, ഇവിടെ ഇപ്പൊ തൊട്ടിപ്പുറത്തുള്ള സ്റ്റൈൽ ഷീറ്റിലെ സാധനങ്ങൾ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സസ് തന്നെ നമുക്ക് ഈ HTML ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ലിങ്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ HTML ഇതിലോട്ട് ലിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൈലിനെ HTML ലിങ്ക് ചെയ്യണം അല്ലെ. അപ്പോ എവിടെയോ എടുക്കണ ആ ഒരു ബൂട്ട് സ്ട്രാപ്പിന്റെ സ്റ്റൈൽ ഷീറ്റിനെ നമുക്ക് ഇതിലോട്ട് ലിങ്ക് ചെയ്യണമെങ്കിലും എന്ത് വേണ്ടി വരും, ഇത്തരത്തില് അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിങ്ക് ചെയ്യുന്നേ വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പുകളെ നമുക്ക് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ HTML. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞത്, നമ്മൾ ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്ത CSS ഫയലിനെ ഇതിലോട്ട് ഹെഡ് സെക്ഷനിൽ കൊണ്ടുവന്നിട്ട് ലിങ്ക് ചെയ്തെങ്കിലേ നമ്മൾ അതിനുള്ളിൽ CSS ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ CSS സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, പ്രോപ്പർട്ടീസും വാല്യൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സസ്, നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സസ് ബൂട്ട് സ്ട്രാപ്പ് അവരുടെ ഒരു ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുള്ള ഷീറ്റുകള് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസിന് നമുക്ക് ഇവിടെ വിളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ എവിടെ ഒരു ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള CSS ക്ലാസ്സസ് നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ ആ സ്റ്റൈൽ ഷീറ്റിന് നമുക്ക് നമ്മളുടെ HTML ലിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാക്കേജ്, നമ്മുടെ HTML ഫയലിലോട്ട്, HTML ഡോക്യുമെന്റിലോട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട്
ഈ ബൂട്ട് സ്ട്രാപ്പിന് നമുക്ക് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡിഫറെന്റ് വേസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, CDN, അതായത് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയും. എന്താണ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് കേട്ടോ. ഓക്കെ, ഇതാണ് CDN കേട്ടോ, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയും. ഈ CDN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏറ്റവും, അതായത് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു CSS എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ സ്റ്റോറേജ് വെച്ചിട്ടുള്ള സെർവറിന്റെ ലിങ്ക് അല്ലെങ്കിൽ അതിന്റെ പാത്ത് ആര് CDN അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ CDN എന്ന് പറയുന്നത്. അപ്പൊ CDN ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ താഴെ നമുക്ക് ലിങ്ക് സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, മീൻസ് നമുക്ക് നമുക്ക് നമ്മുടെ W3 സ്കൂളിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ബൂട്ട് സ്ട്രാപ്പ് 5 CDN. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് 5 എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് CDN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റൈൽ ഷീറ്റ് എവിടെയാണോ ഇവര് ബൂട്ട് സ്ട്രാപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പാത്തിന്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ഈ CDN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ CDN യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, CDN യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ HTML-ലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ ഒരു ലിങ്ക് കൂടി ആര് തരുന്നുണ്ട്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് കൂടി ആര് തരുന്നുണ്ട്, ബൂട്ട് സ്ട്രാപ്പ് തരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ലിങ്കുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ബൂട്ട് സ്ട്രാപ്പിലെ എല്ലാ ക്ലാസ്സസും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ബൂട്ട് സ്ട്രാപ്പിൽ എന്തിനാണ് സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ബൂട്ട് സ്ട്രാപ്പിൽ CSS മാത്രമല്ല ജാവ സ്ക്രിപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബൂട്ട് സ്ട്രാപ്പ് 5-ലൊക്കെ ബൂട്ട് സ്ട്രാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ബൂട്ട് സ്ട്രാപ്പ് 5-ല് CSS മാത്രമല്ല ജാവ സ്ക്രിപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജാവ സ്ക്രിപ്റ്റും കൂടി നമ്മുടെ പേജിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ HTML-ലോട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റ് കൂടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ എവിടെയാണ്, ബോഡിയിലെ ഏറ്റവും എൻഡിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ CSS ആണെങ്കിൽ ഈ സ്റ്റൈൽ ലിങ്ക് ടാഗ് ആണെങ്കിൽ നമ്മളെ ഏറ്റവും ഹെഡ് സെക്ഷന്റെ ഉള്ളിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തന്നു അല്ലെ, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഇതിൽ കാണിച്ചു തന്നില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ style.css എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ CSS ഫയലിനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ബൂട്ട് സ്ട്രാപ്പിലെ ബട്ടണിന് വേണ്ടിയിട്ടുള്ള ചില ക്ലാസ്സസ് ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടാ. BS5 ബട്ടൺസ്. ഓക്കെ, അതിന് മുന്നായിട്ട് BS5 എന്താന്നുള്ളതാണ് ബൂട്ട് സ്ട്രാപ്പ് 5 എന്ന് പറയുക. അതായത് ബൂട്ട് സ്ട്രാപ്പിന്റെ ഏറ്റവും 5th വേർഷൻ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് 5 എന്ന് പറയുന്നത്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് 5-ലാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ബൂട്ട് സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട് സ്ട്രാപ്പ് സ്റ്റൈലിംഗ് ഒക്കെ വരുന്നത് ഇതിലാണ്, BS5-ലാണ് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് 5-ലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈലുകൾ. ഓക്കെ, അപ്പൊ ബട്ടൺ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്. ബൂട്ട് സ്ട്രാപ്പ് 5 പ്രൊവൈഡ്സ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ബട്ടൺ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ഓഫ് ബട്ടൺസ് ബൂട്ട് സ്ട്രാപ്പ് തരുന്നുണ്ട്. അതിൽ ബേസിക് വരുന്നുണ്ട്, പ്രൈമറി വരുന്നുണ്ട്, സെക്കൻഡറി വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാല് ഇതേ രീതിയിലുള്ള സ്റ്റൈലുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്തരത്തിലുള്ള ഏതൊക്കെ ക്ലാസ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് എന്ത് ക്ലാസ് എന്താക്കിയിട്ട് കൊടുക്കുക, BTN എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നീല കളറിലുള്ള ബട്ടൺ വേണമെങ്കിൽ BTN എന്ന് പറഞ്ഞ ക്ലാസ്സും കൊടുക്കുക, അതിന് പുറമെ BTN പ്രൈമറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡറി എന്ന് പറഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ ഈ സ്റ്റൈലിൽ കിട്ടണമെങ്കിൽ BTN, അതേപോലെ തന്നെ BTN സെക്കൻഡറി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ഒക്കെ അവര് എത്ര പാഡിങ് എടുക്കണം, അതിൽ എത്ര വിഡ്ത്ത് എടുക്കണം, എത്ര ഹൈറ്റ് എടുക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ കളർ എന്താണ്, ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ എന്താവണം എന്നുള്ളതൊക്കെ ബൂട്ട് സ്ട്രാപ്പ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ BTN-നും BTN പ്രൈമറിക്കും ഒക്കെ, അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസിന്. അപ്പോ ഇത് ഡിഫൈൻ ചെയ്ത് വെച്ചത് പ്രകാരമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ HTML-ൽ പറഞ്ഞ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പം അതുപോലെ ഈ BTN ക്ലാസ് ഇവിടെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ BTN എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എത്ര എലമെന്റിന് വിളിക്കുന്നോ അത്രയും എലമെന്റ്സിന് എന്ത് ഔട്ട്പുട്ട് കിട്ടും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഔട്ട്പുട്ട് റിസൾട്ട് ആയിട്ട് കിട്ടും അല്ലെ. അപ്പോ ഇവിടെ ഞാൻ ഈ BTN ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റൈൽ ഷീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിനെ ലിങ്ക് ചെയ്യാം. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പിനെ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഗെറ്റ് സ്റ്റാർട്ടഡിൽ വരാം.
ഗെറ്റ് സ്റ്റാർട്ടറിൽ വന്നിട്ട് നമുക്ക് താഴെ വന്ന് നോക്കി കഴിഞ്ഞാൽ സി ഡി എൻ കിട്ടും. ഓക്കെ, സി ഡി എൻ കിട്ടും. സി ഡി എന്നില് ഈ ലിങ്ക് കണ്ടോ, സി ഡി എൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇതിന്റെ അണ്ടറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ബൂട്ട്സ്ട്രാപ്പ് ഞാൻ ഇതിലോട്ട് ലിങ്ക് ചെയ്യണില്ല, കാരണം ബൂട്ട്സ്ട്രാപ്പ് ഇപ്പൊ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് അല്ല, ജാവ സ്ക്രിപ്റ്റ് ടാഗ് കണ്ടോ, സ്ക്രിപ്റ്റിന്റെ സി ഡി ഞാൻ ഇപ്പൊ ഇതിലോട്ട് ലിങ്ക് ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. സ്ക്രിപ്റ്റ് നമ്മളുടെ ഇതിൽ എച്ച് ടി എം എൽ ഡോക്യുമെന്റിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിനെ കൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് എന്താ ചെയ്യാ, അപ്പൊ ലിങ്ക് മാത്രമേ ഇതിൽ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോ ഇവിടെ ഞാൻ ലിങ്ക് ടാഗ് ഞാൻ കണക്ട് ചെയ്തു. ഇനി ഈ ബട്ടണിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിന്റെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ക്ലാസ് വിളിച്ചിട്ടുണ്ട് ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് അല്ലെ. ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് നമുക്ക് ബട്ടണിൽ ബൂട്ട്സ്ട്രാപ്പ് BS5 ബട്ടണിൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് സ്റ്റൈൽ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റിസൾട്ട് നോക്കി നോക്കാം. കണ്ടോ, കേട്ടോ, ഇതാണ് ഇപ്പോഴത്തെ ബട്ടൺ. അതായത് ബൂട്ട്സ്ട്രാപ്പിലെ ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് വിളിച്ചപ്പോൾ വന്നിട്ടുള്ള ബട്ടൺ. നമ്മൾ കൊടുത്ത ബട്ടൺ ഇങ്ങനെ ആയിരുന്നോ? നമ്മൾ കൊടുത്ത ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. അപ്പോ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം മാറ്റം വരാനുള്ള കാരണം നമ്മൾ ഇവിടുത്തെ നമ്മളുടെ സ്റ്റൈൽ ഷീറ്റിന് ഞാൻ എന്ത് ചെയ്തു, കമന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബൂട്ട്സ്ട്രാപ്പ് 5ന്റെ സി ഡി എൻ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിലെ ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ഇപ്പോൾ വർക്ക് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ ഒരു പ്ലെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത രീതിയിലുള്ള സ്റ്റൈൽ അല്ല ഈ ബട്ടണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അത് ഈ ബട്ടന്റെ കളർ എന്ത് ചെയ്യണം, ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് ക്ലാസ് സ്റ്റൈല് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോ ഇതിന്റെ ബട്ടന്റെ കളർ എനിക്ക് ചേഞ്ച് ചെയ്യണം, നീല കളർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ബി ടി എൻ പ്രൈമറി. അതായത് ആദ്യത്തെ എന്താണ്, ബേസിക് ആണ് ബി ടി എൻ എന്ന് പറഞ്ഞത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റൈലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. കണ്ടോ, അതേപോലെ തന്നെ ബി ടി എൻ പ്രൈമറി, ബി ടി എനും വേണം, അതുപോലെ തന്നെ ബി ടി എൻ പ്രൈമറിയും വേണം. രണ്ടും കൂടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് കിട്ടുക. കാണുന്നുണ്ടോ, ഒരു ബ്ലൂ സ്റ്റൈല് അല്ലെ. അപ്പൊ ആ ബ്ലൂ സ്റ്റൈൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അതിന് കൂടെ നമുക്ക് ഏതും കൂടി വേണം, ബി ടി എൻ ഹൈഫൺ പ്രൈമറി. ഓക്കെ, ബി ടി എൻ ഹൈഫൺ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കൊടുത്ത സമയത്ത് നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്, കണ്ടോ, കണ്ടോ, നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ബട്ടൺ ആണ് ഇപ്പൊ നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം ഇനി നമുക്ക് അടുത്തത് അതേപോലെ തന്നെ അടുത്ത സ്റ്റൈല്, അടുത്ത ബട്ടൺ ഏതാ സ്റ്റൈൽ വേണ്ടത് നോക്കാം. ബി ടി എൻ അടുത്തത് ഇതാ ഒരു ഗ്രേ വൈറ്റ് അല്ലെ. അപ്പൊ അതിന് ബി ടി എൻ സെക്കൻഡറി ഈ സ്റ്റൈലിൽ ഒന്ന് കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. ഓക്കെ, ബി ടി എൻ സെക്കൻഡറി, ബി ടി എൻ സെക്കൻഡറി വിളിച്ചപ്പോ കണ്ടോ, ഗ്രേ കളറിൽ വൈറ്റ് വന്നു. ഓക്കെ, ഇതിന് ഗ്രേ കളർ വേണം ബാക്ക്ഗ്രൗണ്ടിൽ, ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആവണം, അല്ലെങ്കിൽ ബ്ലൂ കളർ വേണം ബാക്ക്ഗ്രൗണ്ടിൽ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് വേണ്ടത് ബ്ലൂ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ടൺ പ്രൈമറി വിളിക്കുക, അല്ല ഗ്രേ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബട്ടൺ സെക്കൻഡറി വിളിക്കുക. ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കളേഴ്സിന് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട്സ്ട്രാപ്പ് തരുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. അതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ സുഖം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഗ്രീൻ കളറിലുള്ള ബട്ടൺ വേണമെങ്കിലോ, ഗ്രീൻ കളറിലുള്ള ബട്ടൺ വേണമെങ്കിൽ ബട്ടൺ സക്സസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബട്ടൺ ക്ലാസ് ബി ടി എൻ സക്സസ്. ഒരു കാര്യം കാണിച്ചു തരാം. ബട്ടൺ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സക്സസ്. ഓക്കെ, ഓക്കെ, ബട്ടൺ സക്സസ് കണ്ടോ, ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, കളേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് കൂടി കൊടുക്കണം, എങ്കിൽ അത് ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ്സസ് അതിൽ എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ബി ടി എൻ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തെങ്കിൽ ബി ടി എൻ സക്സസ് എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുള്ളൂ. കണ്ടോ, ഇപ്പൊ എന്താ ഇത് ഗ്രീൻ വന്നു. അതായത് ബി ടി എൻ ക്ലാസിന്റെ പുറമെ ആ ക്ലാസ്സും രണ്ട് ക്ലാസ്സും കൂടി ഒരുമിച്ച് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, പ്രൈമറി സെക്കൻഡറി സക്സസ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സസ് എടുക്കുള്ളൂ എന്നർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഏതാണ്, ബട്ടൺ ക്ലാസ് ബി ടി എൻ കൊടുത്തു. ഇനി അടുത്തത് ഏതാ വേണ്ടത്, ബട്ടൺ കണ്ടോ, ഈ സർഫ് കളർ അല്ലേ, അല്ലെങ്കിൽ ലൈറ്റ് സ്കൈ ബ്ലൂ കളർ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഏത് വേണം, ബി ടി എൻ ഇൻഫോ. ഓക്കെ, അപ്പൊ അത് കൊടുത്തു നോക്കാം.
ഓക്കെ, വീട്ടിൽ തന്നെ ഇൻഫോ കൊടുത്തു, പക്ഷെ ഇതിൽ എന്തില്ല, ടെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ വിട്ടുപോയി, അതാണ് ടെക്സ്റ്റ് വരാത്തത്. അപ്പൊ ഇൻഫോ കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക്. ഓക്കെ, ഈ ബട്ടൺസിലൊക്കെ നമുക്ക് വിടുത്തും ഹൈറ്റും, അതുപോലെ തന്നെ ഞാൻ 6 to 7 ലൈൻസിലൊക്കെയാണ് നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ. അപ്പോ അതേ സ്റ്റൈലിലുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്ത് എളുപ്പമാണ് അല്ലെ, ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ. ആ ക്ലാസ് നെയിംസ് നമ്മൾ ജസ്റ്റ് ഇവിടെ വിളിച്ചാൽ മതി. ഈ ക്ലാസ് നെയിംസ് നമുക്ക് എവിടുന്ന കിട്ടുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ തപ്പിയാൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് ബട്ടൺ സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇന്റർനെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന റിസൾട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും W3 സ്കൂളിന്റെയും J4Jന്റെ ഒക്കെ പോലുള്ള ഇത്തരത്തിലുള്ള പേജസിന്റെ ലിങ്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ആ ക്ലാസ്സസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാര്യം നടക്കും. ഓക്കെ, ഇനി വാണിംഗ് വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറിലാണ് വരിക, യെല്ലോ കളറിലാണ് വരിക. അപ്പൊ വാണിംഗ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ബട്ടൺ ക്ലാസ് BTN BTN വാണിംഗ്. ഓക്കെ, BTN വാണിംഗ് കൊടുത്തപ്പോൾ എനിക്കത് യെല്ലോ കളറിൽ വന്നു, പക്ഷെ അതിനകത്ത് ചെയ്തിട്ടില്ല, ടെക്സ്റ്റ് കൊടുത്തില്ല, അത് കാരണമാണ്. അപ്പൊ വാണിംഗ് കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്തപ്പോൾ യെല്ലോ കളറിൽ വന്നു. ഓക്കെ അല്ലെ. ഇനി അതുപോലെ തന്നെ അടുത്ത ബട്ടൺ ഏതാണ്, റെഡ് കളറിലാണ്. അപ്പൊ ബട്ടൺ റെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടണ് ക്ലാസ് BTN കൊടുക്കുക, BTN ഹൈഫൺ ഡേഞ്ചർ. ഓക്കെ, അപ്പൊ അത് വന്നില്ല, അപ്പൊ ഇത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡേഞ്ചർ കേട്ടോ. ഓക്കെ അല്ലേ, അപ്പൊ ബട്ടൺ ഡേഞ്ചർ കൊടുത്തു. അതുപോലെ തന്നെ ബട്ടൺ ഡാർക്ക്. ഓക്കെ, ബട്ടൺ ഡാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബട്ടൺ കൊടുത്തു, ക്ലാസ് BTN സ്പേസ് BTN ഡാർക്ക് ഡാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കളർ കൊടുക്കാം ഡാർക്ക്. ഓക്കെ, ഡാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആവുന്നുണ്ട് അല്ലെ. ഡിഫോൾട്ടിൽ ഒരു ബട്ടണിന്റെ ടെക്സ്റ്റ് കളർ വൈറ്റ് ആണോ, അല്ല. അത് നമ്മൾ എങ്ങനെ, അത് ഈ ക്ലാസ് വിളിക്കുമ്പോൾ ക്ലാസ്സിനുള്ളിൽ ഓൾറെഡി ആ സ്റ്റൈൽ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്കത് ആ ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ച് കളർ എന്ത് ചെയ്യുന്നത്, ബ്ലാക്കും വൈറ്റ് അല്ല, ടെക്സ്റ്റിന്റെ കളർ എന്ത് ചെയ്യുന്നത് ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് മാറാനുള്ള കാരണം. ഓക്കെ, നമ്മൾ ഒന്നും അറിയണ്ട, ജസ്റ്റ് ആ ക്ലാസ്സിനും ഈ പറഞ്ഞ പോലെ CDN ഇതിനോട്ട് ലിങ്ക് ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള CSS അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്നു. ആ ക്ലാസ്സസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എത്രയേ വേണ്ടുള്ളൂ. പിന്നെ ലൈറ്റ് ആണ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറിലുള്ള ഒരു ബട്ടൺ വരാൻ വേണ്ടിയിട്ട് ക്ലാസ് BTN ലൈറ്റ്. ഓക്കെ, ടെക്സ്റ്റ് നമ്മൾ കൊടുത്തില്ല, അതാണ് ലൈറ്റ് വന്നു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വേറൊരു ക്ലാസ്സും കൂടി ഉണ്ടല്ലോ അതില്, ലിങ്ക് ആണ്. ഓക്കെ, ആ BTN ലിങ്ക്, ഈ ക്ലാസ്സും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, BTN സ്പേസ് BTN ഹൈഫൺ ലിങ്ക്. ഓക്കെ, ലിങ്ക് വന്നിട്ടുണ്ടോ, ഒരു ലിങ്ക് പോലെ സാധനം എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മനസ്സിലായോ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലുകളെല്ലാം നമുക്ക് ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ക്ലാസ്സസ് നമുക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് CSS അല്ലെങ്കിൽ സ്റ്റൈലിംഗ് എന്ത് ചെയ്യും, കുറച്ചുകൂടി എളുപ്പമാവും, ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ക്ലിയർ ആണോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കൊരു ഓവർവ്യൂ എന്താണ് ബൂട്ട്സ്ട്രാപ്പ് എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ആഹ് ഇത്തരത്തില് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറി ആണ്, സോറി ഫ്രെയിം വർക്ക് ആണ് എന്ത്, ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ബൂട്ട്സ്ട്രാപ്പ് ഈസ് എ ഫ്രണ്ട് എൻഡ് ഫ്രീ ഓപ്പൺ സോഴ്സ് CSS ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, അതായത് CSS ന്റെ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രീ
ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ബൂട്ട്സ്ട്രാപ്പിലെ 5th വേർഷൻ ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ബൂട്ട്സ്ട്രാപ്പ് 5 എന്ന് പറഞ്ഞ വേർഷൻ. ഓക്കെ, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ CSS-ഉം ജാവാസ്ക്രിപ്റ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ ഷീറ്റുകളാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ബൂട്ട്സ്ട്രാപ്പ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാം, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്തരത്തിൽ ക്ലാസ്സസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കുള്ള മെച്ചം എന്താ, നമ്മുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് കുറച്ചും കൂടി സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കുറച്ചും കൂടി ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ഈ ഫസ്റ്റ് വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.